ഹായ്, നിങ്ങൾ ജർമ്മനി വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അത്ര വലിയ കാര്യമല്ല അല്ലേ? ഇങ്ങനെയാണ് പലരും കരുതുന്നത്. പക്ഷേ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ചിലപ്പോൾ എംബസിയുടെ കണ്ണിൽ റെഡ് ഫ്ലാഗ് ആകാം. അതുകൊണ്ടാണ് ഇന്ന് ജർമ്മനി വിസ റിജക്ഷൻ സീരീസിലെ മിസ്റ്റേക്ക് നമ്പർ 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പല ആപ്ലിക്കൻസും കരുതുന്നത് ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ മതി എന്നുള്ളതാണ്. പക്ഷേ വിസ ആപ്ലിക്കേഷനിൽ എംബസി ആദ്യം നോക്കുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമാണ്. പാസ്പോർട്ടിൽ ഒരു സ്പെല്ലിങ്, ആപ്ലിക്കേഷൻ ഫോമിൽ മറ്റൊരു സ്പെല്ലിങ്, പാസ്പോർട്ടിൽ ഒരു അഡ്രസ്സ്, ആപ്ലിക്കേഷൻ ഫോമിൽ മറ്റൊരു അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് നമ്പർ എന്നിവയിൽ ചെറിയ മിസ്മാച്ച് ഉണ്ടായാൽ പോലും ഡൗട്ട്സ് ഉണ്ടാകും. ഓർക്കുക, എംബസി ഓഫീസർ നിങ്ങളെ പേഴ്സണലി അറിയുന്ന ആളല്ല. അവർ ഡിസിഷൻ എടുക്കുന്നത് നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഡോക്യുമെന്റ്സ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ്സ് കൊടുക്കുക. കൃത്യത വളരെ പ്രാധാന്യമാണ്. ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യുക. ഒന്ന്, നിങ്ങളുടെ ഫുൾ നെയിം പാസ്പോർട്ടിലെ പോലെ തന്നെ സ്പെല്ലിംഗ് എക്സാക്റ്റ് ആയി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ഡിജിറ്റ് പോലും തെറ്റ് വരരുത്. അതുപോലെ തന്നെ പാസ്പോർട്ട് നമ്പർ, ഇവിടെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവുന്നത്. പ്ലേസ് ഓഫ് ബർത്ത് പാസ്പോർട്ടിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കണം. അഡ്രസ് ഡീറ്റെയിൽസ്, ആപ്ലിക്കേഷൻ ഫോം, പാസ്പോർട്ട്, അക്കോമഡേഷൻ ഡോക്യുമെന്റ്സ് എന്നിവയിൽ കൃത്യമായിട്ടാണ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. എൻ്റെ എക്സ്പീരിയൻസിൽ പല ആപ്ലിക്കൻസും ആപ്ലിക്കേഷൻ ഫോം സ്വയമായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്, പക്ഷേ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് റിവ്യൂ ചെയ്യുന്നില്ല. അതാണ് മിസ്റ്റേക്ക്. ഒരു ഡോക്യുമെന്റ് റിവ്യൂ ചെയ്യാനായിട്ട് 10 മിനിറ്റ് മതി. പക്ഷേ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രോസസ്സ് തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് മാസങ്ങൾ വേണ്ടി വരും. ഇനി പറയാൻ പോകുന്ന മിസ്റ്റേക്ക് നമ്പർ 2 കാരണം ഓരോ വർഷവും നിരവധി ആപ്ലിക്കൻസ് അൺനെസസറി റിസ്ക് എടുക്കാറുണ്ട്. കാരണം ഡോക്യുമെന്റ് ഉണ്ടെന്ന് മാത്രം പോരാ, ഡോക്യുമെന്റ് വാലിഡ് ആയിരിക്കണം. ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ എത്ര തവണ റിവ്യൂ ചെയ്യാറുണ്ട്? കമന്റിൽ ഒന്ന് അറിയിക്കാമോ? വൺസ് അല്ലെങ്കിൽ ട്വൈസ് എന്ന് എഴുതാമോ? ഈ വീഡിയോ ജർമ്മനിയിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. കാരണം 3ാമത്തെ ദിവസത്തിൽ ജർമ്മനി വിസ റിജക്ഷന്റെ മറ്റൊരു കോമൺ റീസൺ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്: എക്സ്പയർഡ് ഡോക്യുമെന്റ്സ്. ഞാൻ ജോൺസ് മാത്യു, ജർമ്മനി ഡോക്യുമെന്റേഷൻ ആൻഡ് വിസ ക്ലാരിറ്റി എക്സ്പേർട്ട് ആണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതലായിട്ട് കാണാം. താങ്ക്